ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഒരു നെയ്ച്ചോറും ചിക്കനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ചിക്കൻ റോസ്റ്റാണ്. അധികം പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാട്ടോ. അതിനകത്ത് സവോളയൊന്നും ആവശ്യമില്ല. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല, കാരണം മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ. അപ്പോൾ എരിവ് കാണത്തില്ല, നല്ല കളറും കിട്ടും. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, എത്ര മുളക് പൊടി എടുക്കുന്നോ അതേ അളവിൽ മല്ലിപ്പൊടി. ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഞാൻ ചിക്കൻ മസാല കേട്ടോ ചേർത്തേ. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പില. ഇത് കറിവേപ്പില ചിക്കൻ അല്ലെങ്കിൽ കറി ലീവ്സ് ചിക്കൻ ആണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. നല്ലപോലെ ആ മസാലയും കറിവേപ്പിലയും എല്ലാം കൂടെ ചിക്കനിലോട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി വെച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും കറിവേപ്പിലയുടെ ആ നല്ലൊരു ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് പിടിക്കുന്നത്. എത്ര സമയം കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഞാനിതിപ്പോൾ ഒരു മണിക്കൂറാണ് വെക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഒക്കെ പുരട്ടി 1 മണിക്കൂർ ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കുറച്ച് ക്യാരറ്റും മല്ലിയിലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറിയായിട്ട് പരിപ്പും കൂടി ഉണ്ടാക്കി. നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് മഞ്ഞപ്പരിപ്പ് കറി ഉണ്ടാക്കി. അത് നെയ്ച്ചോറിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണേ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി ചിക്കൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്, അതാണ് ടേസ്റ്റ്. കുറച്ചുകൂടി കറിവേപ്പില എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിനകത്ത് കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറാണ് നിറയെ വേണ്ടത്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു മണം വരും, അത്രയും മതി. അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ഇനി ഇത് ഒരു 1-2 മിനിറ്റ് നല്ല പോലെ എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും മണം വരുമ്പോൾ തന്നെ മനസ്സിലാവും, മസാല ചെറുതായിട്ട് ഇങ്ങനെ മൂക്കുന്നൊരു മണം വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കേട്ടോ. ഇനി ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട, ചെറിയ തീയിൽ അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും എന്താ ആവി പറക്കുന്ന നെയ്ച്ചോറും റെഡിയായി. ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്, അത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ റോസ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ഡ്രൈ ആക്കണോ അതിനനുസരിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. ഞാൻ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കിയില്ല. ദാ ഈ ഒരു പരുവത്തിൽ, കുറച്ചൊരു സെമി ഗ്രേവി പരുവത്തിൽ ഒന്ന് വറ്റിച്ചെടുത്തു. ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പം വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. കറിവേപ്പിലയുടെ നല്ല അടിപൊളി ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് റെഡി. വാഴയിലയിലാണ് കേട്ടോ വിളമ്പിയത്. നെയ്ച്ചോറ്, കറിവേപ്പില ചിക്കൻ, പരിപ്പ് കറി, പിന്നെ കുറച്ച് ചള്ളാസും കൂടി ഉണ്ടാക്കി. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.